ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് കോട്ടയംകാരുടെ സ്പെഷ്യലായ മീൻകറി തയ്യാറാക്കാം. മുള്ളില്ലാത്ത മീൻ കഷ്ണം വേണം നമുക്ക് കറിക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ ഇത് കഴിക്കരുത്. ഞാൻ ഇപ്പോൾ ആവോലിന് എടുത്തുള്ളത് നല്ല ചാറിനൊക്കെ നല്ല കൊഴുപ്പുണ്ട്, നല്ലൊരു എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഒരു ആവോലി വെച്ചിട്ട് കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് തയ്യാറാക്കുന്നത്. ഇതാണ് ആവോലി മീൻ. ആവോലി വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ നമ്മൾ ഈ മുള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് മുള്ളുകളാണ്. പിന്നെ മുള്ളില്ലാത്ത മീനാണ് ഇതിന് ഈ കറിക്ക് ഏറ്റവും ബെസ്റ്റ്. കോട്ടയം സ്റ്റൈല് മീൻകറി തയ്യാറാക്കാം. നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്. മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് തീ കത്തിച്ച് ഒരു മൺചട്ടിയിൽ വെക്കാം. ഒരു മൺചട്ടിയാണ് ഈ കറിയൊക്കെ വെക്കാനായിട്ട് നല്ലത്. മൺചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് കറി വയ്ക്കാം. മൺചട്ടിയിൽ വേണം ഈ കറി വയ്ക്കാനായിട്ട്. മീൻകറി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആ മീൻ നന്നായി വൃത്തിയാക്കി കഴുകി നല്ലോണം വെള്ളം വാർത്ത് വെച്ചതാണ് ഫിഷ്. ആവോലിയുടെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കടുക്, ഉലുവ, അതൊക്കെ 1/2 ടീസ്പൂൺ മതി. പിന്നെ ചുവന്നുള്ളി ഒരു 1/2 കപ്പ്, വെളുത്തുള്ളി ഒരു 15 എണ്ണം നടു കീറി വെച്ചത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയത്, ഉപ്പ് ആവശ്യത്തിന്, നമ്മുടെ സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉലുവപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി ജസ്റ്റ് ഒന്ന് വിതറാൻ വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഒരു 5-6 ചുള കുടംപുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. പിന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന്. കുടംപുളിയാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് തിളപ്പിച്ചതിൻ്റെ വെള്ളം തന്നെയായിട്ട് എടുക്കാം. പക്ഷെ കുടംപുളി കടിക്കാൻ കിട്ടാൻ വേണ്ടി നമുക്ക് കുടംപുളി നല്ല കറിയിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുടംപുളിയോട് കൂടി ഇടാണ് നല്ലത്. വെള്ളം തിളപ്പിച്ചിട്ട് കുടംപുളിയും വെള്ളം കൂടി തിളപ്പിച്ച് നമുക്ക് വെള്ളം മാത്രമായിട്ട് ചേർക്കാം. അതത്ര ടേസ്റ്റ് കിട്ടില്ല. കുടംപുളി കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മീൻ. കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. അത് ഇത്തിരി അധികം ഇട്ടാലും നമുക്ക് എരിവ് കൂടില്ല, നല്ലൊരു കളറും കിട്ടും. നമ്മൾ പച്ചമുളകൊന്നും ചേർക്കണില്ല, കാരണം ഇത് ആവശ്യമാണ്, ഇത്ര ചേർക്കണം. മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് നേരത്തെ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാലും മതി, വെള്ളം ചേർക്കുമ്പോൾ ഇട്ടാലും മതി. ഇതിന് നമുക്ക് വെള്ളം ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിർത്ത് വയ്ക്കാം. ടീസ്പൂൺ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് കുതിർത്ത് ഇളക്കി വയ്ക്കാം. നേരത്തെ തന്നെ നമുക്ക് മസാലപ്പൊടി ഇങ്ങനെ തയ്യാറാക്കി വയ്ക്കാം. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ കറിക്ക് ചേർക്കാം. ഇതിങ്ങനെ നമുക്ക് കൂട്ടി വയ്ക്കാം. ചട്ടി നല്ലോണം കാഞ്ഞിട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കണം. അല്ല, വെളിച്ചെണ്ണ നല്ലോണം തെളിഞ്ഞ് വരണം. അത് ചേർത്തിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മാറ്റി വെച്ച കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ 1 ടീസ്പൂണോളം ചേർക്കാം. കടുക് പൊട്ടിയിട്ട് ഇനി നമുക്ക് 1 ടീസ്പൂണോളം ഉലുവ ചേർക്കാം. വേപ്പിൻ്റെ ഇല 2 കതിർത്ത് ചേർക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി നടുകീറിയതിന്, ചുവന്നുള്ളി ഒരു കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചുവന്നുള്ളി ചേർക്കുന്നത്. ചെറിയ ഉള്ളി തന്നെ ചേർക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ഓപ്ഷനിലാണ്. മീൻ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുവന്നുള്ളി ചേർക്കണം. ചേർത്ത്
കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ഇത് വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ കൂട്ടി വെച്ച മസാല ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയിലൊക്കെ ഒരു ഇഞ്ചിയിലൊക്കെ ഒരു പച്ച ചൊവ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഈ മസാലയിൽ നമ്മൾ മഞ്ഞൾ, പിന്നെ കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി ഇതൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്, ഇഞ്ചിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്, ചെറിയൊരു കളർ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ കൂട്ടി വെച്ച മസാല തീ ചുരുക്കിയിട്ടിട്ട് ചേർക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ കരിഞ്ഞു പോകും. ഈ മസാലയിൽ നല്ലൊരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാം. തീ ചുരുക്കിന്നിട്ടുള്ള, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ആ ഭാഗത്ത് നിന്ന് ഈ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് ഈ മസാലയും കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം. വെള്ളം എന്ന് വെച്ചാൽ ഒരു 2 കപ്പോളം ചേർക്കണം. നുറുക്കി വെച്ച മീൻ ഒന്ന് ഇങ്ങനെ അതിൽ മേലായിട്ട് നെകയ്ക്കായിട്ട് വെള്ളം നിൽക്കണം. 1/2 കിലോ മീനാണ് ഞാൻ എടുത്തുള്ളത്. 1/2 കിലോനേക്കാളും ജസ്റ്റ് ഒന്ന് കൂടും, 1/2 കിലോന് വരുള്ളൂ. ഇനി നമുക്ക് കുടംപുളി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതിന് അത് നമുക്ക് 4 എണ്ണം 5 എണ്ണം ഉണ്ട്. നമുക്ക് പുളി ആവശ്യത്തിനനുസരിച്ച് നോക്കി ചേർക്കാം. ഇപ്പോൾ ഏകദേശം ഈ മീനിന് ഇത്ര മതി. ഇനി നമുക്ക് തീ കൂട്ടിയിടാം. വെള്ളം തിളച്ചിട്ട് വേണം നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഉപ്പ് 1 സ്പൂണോളം ചേർക്കാം. ഇതൊന്ന് മൂടി വെച്ച് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ നമുക്ക് ചേർക്കാം. നല്ലോണം വെള്ളം തിളച്ചിട്ട് നമ്മുടെ മസാല ഇട്ട് നല്ലോണം പുളിവെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ എന്ന് ഇപ്പം നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇത്തിരി കൂടി ചേർക്കണം. എന്നിട്ട് നമുക്ക് മീൻ ചേർക്കാം. ഉപ്പ് ഞാൻ നോക്കി, ഉപ്പ് പാകത്തിനുണ്ട്. മീൻ കഷ്ണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കഴുകി വെച്ചത്. അപ്പോൾ നമുക്ക് മീൻ ഇട്ടതിന് ശേഷം ഒരു തള വന്നതിന് ശേഷം തീ ചുരുക്കിയിടണം, അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങളൊന്നും വേവില്ല. ഒരു തള വരണം, എന്നിട്ട് വേണം നമുക്ക് ചുരുക്കിടാനായിട്ട്. ഇതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ തിളച്ചോളാം. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഈ കറിയിൽ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, എന്ന് ശ്രദ്ധിക്കണം. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കറിയൊക്കെ പെട്ടെന്ന് തന്നെ നാശമാവും. മീനിട്ടിട്ട് 2 മിനിറ്റ് ആയിട്ടുള്ള നമുക്ക് തുറന്നിട്ട് തള വരുന്നുണ്ട്. ഇനി തിളച്ചു തുടങ്ങിയാൽ നമുക്ക് തീ ചുരുക്കിയിടണം. സിമ്മിലിട്ടിട്ട് വേണം മീൻ വേവാനായിട്ട്, അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങളൊന്നും വേവില്ല. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇതിങ്ങനെ ഇട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വറ്റി വരണം. ഒരു 5 മിനിറ്റ് ചുരുക്കിയിട്ടതിന് ശേഷം തീ കൂട്ടിയിടാം. നമുക്ക് കയ്യിലുകൊണ്ട് ഇളക്കിയപ്പോൾ പൊടിയും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വട്ടം കറക്കിയാൽ മതി. കയ്യിലുകൊണ്ട് തന്നെ ഇളക്കണം എന്ന് വെച്ചാൽ പതുക്കെ മെല്ലെ ഒന്ന് കഷ്ണങ്ങൾ മറിച്ചിടണം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം. കേട്ടോ, നല്ലോണം തിളക്കിണ്ട്. നമ്മളൊരു 4 മിനിറ്റ് ചുരുക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുണി എടുത്തിട്ട് 2 കൈ പിടിച്ചിട്ട് ഒന്ന് ചിറ്റിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചിറ്റിക്കണം. അങ്ങനെ ഇതിൻ്റെ ചാറ്, ഈ കറിയിലെ ചാറ് കുറുകിയിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചുവന്നുള്ളിയൊക്കെ ചേർത്തുള്ളത്. ഞാൻ തീ ഹൈയിലിട്ടുണ്ട്. അപ്പം ഇനി പെട്ടെന്ന് തന്നെ കറി ഇങ്ങനെ കുറുകിയെടുത്തോളും. മീൻ കഷ്ണമൊക്കെ ഇപ്പോൾ ഏകദേശം വെന്തുണ്ടാവും. അതുപോലെ ഇങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്ന് ചാറ് കുറുകണം. അപ്പോഴാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റ് ആവുക. കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത കാരണമാണ് ഈ കളറ് നല്ല ഭംഗിയിൽ ഇങ്ങനെ കിട്ടണത്. പുളി നോക്കിയിട്ട് പുളി ഈ കറിക്ക് ഇപ്പോൾ ഇത്ര കുടംപുളി ആവശ്യമുണ്ട്. ആവശ്യമില്ലെങ്കിൽ നമുക്ക് കുടംപുളി ഓരോന്നായിട്ട് മാറ്റാം, പുളി അധികം ഉണ്ടെങ്കിൽ.
കറി വെച്ച് കഴിഞ്ഞിട്ട് പുളി നോക്കിയിട്ട് നമുക്ക് കുടംപുളി മാറ്റി അങ്ങനെ വെച്ച് ചെയ്യാം. ഉപ്പും മുളകൊക്കെ നമ്മുടെ ആവശ്യം പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. കറിയൊക്കെ ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് മൂടിയ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല നല്ല പാകം പുളി ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കറി ഏകദേശം ഒരു പാകമാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ, വളരെ കുറവ് ഉലുവാപ്പൊടി, ഇത്ര എല്ലാ ഭാഗത്തേക്കായിട്ടൊന്നും ഇങ്ങനെ ഇടണം. ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി വെക്കണം. വീട്ടിൽ തന്നെ ചൂടാക്കി പൊടിച്ച ഉലുവാപ്പൊടിയാണ്. അങ്ങനെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കറിക്ക് കിട്ടും. ഉലുവാപ്പൊടി ഇടുന്നത് തീരെ കൂടാൻ പാടില്ല. അപ്പോൾ നമുക്ക് കറിക്കൊരു കയ്പ്പ് രസം വരും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. ഒരു 5 മിനിറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ നിർത്തി കറി ഉപയോഗിക്കാം. ചൂടാറിയ ശേഷം നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ കറിയിലത്തെ കുടംപുളിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി വെക്കണം. കറിയിലിട്ട പൊടിയും അപ്പോൾ ഇങ്ങനെയൊന്ന് ആക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേപ്പില, ഒരു 3 വേപ്പില വയ്ക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കറിയിൽ നല്ല ഉപ്പും മുളകും പുളിയൊക്കെ നല്ല പാകമായിട്ട് കിട്ടും. എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് കണ്ട നല്ല കൊഴുപ്പും ഉണ്ട് ചാറിന്. ഈ ഒരു പാകത്ത് നമുക്ക് നിർത്തണം. ഇത് പിറ്റേ ദിവസത്തേക്കാണ് ഈ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. വെച്ചപ്പോൾ തന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിറ്റേ ദിവസം ഉപ്പും പുളിയൊക്കെ പിടിച്ച് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏത് തരം മീനും നമുക്ക് ഉപയോഗിക്കാം. അയില, ചാള, നെയ്മീൻ, എല്ലാ മീനുകളും നമുക്ക് ഈ കറി തയ്യാറാക്കി ഉപയോഗിക്കാം. മുള്ളില്ലാത്ത മീനാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ കറി പാകമായിട്ട് നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കൊഴുപ്പും വന്നിട്ടുണ്ട് കറിക്ക്. ചാറിന് നല്ല കട്ടിയുണ്ട്. മല്ലിപ്പൊടി ചേർക്കാണ്ടാണ് ഇത്ര കൊഴുപ്പ്. നമ്മൾ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത കാരണമാണ് ഇത്ര ടേസ്റ്റും കൊഴുപ്പും കിട്ടിയുള്ളത്. മല്ലിപ്പൊടി ചേർത്തൊക്കെ കൊഴുപ്പ് കിട്ടും, പക്ഷെ അത് കറിക്ക് അത്രയും അങ്ങോട്ട് ചൊടി കിട്ടില്ല. അത് കാരണമാണ് മല്ലിപ്പൊടി ഒഴിവാക്കിയത്. ഇത് കോട്ടയംകാരുടെ സ്പെഷ്യൽ മീൻ കറിയാണിത്. നമുക്ക് പുളി അധികം ഉണ്ടെങ്കിൽ ഇതിലത്തെ കുടംപുളി മാറ്റി വയ്ക്കുകയും ചെയ്യാം. പുളിയൊക്കെ പാകണം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.